എത്ര ജനപ്രതിനിധികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്? ഇപ്പോൾ ഞങ്ങളുടെ തൊട്ട് മുന്നിൽ വാഹനങ്ങളുണ്ട്, ഞങ്ങളുടെ പിന്നിൽ വാഹനങ്ങളുണ്ട്. അപ്പോൾ ഒരു വാഹനം നിർത്തുന്നു, ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് സഹകരിച്ചത്. ഞങ്ങൾ വണ്ടി നിർത്തുന്നു, MP-യുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നു, ഓക്കെ ആയിക്കോട്ടെ. എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് തന്നെ, ഒരു വാക്കുപോലുമില്ല, ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു. ഞങ്ങൾ എല്ലാവരും പറയും, ഞങ്ങളതൊരു തമാശയായിട്ടാണ് എടുത്തത്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു, MP-യോട് ഡിക്കി തുറക്കാൻ പറയുന്നു, ഡിക്കി തുറക്കുന്നു, പെട്ടിയെടുത്ത് വെളി വെക്കാൻ പറയുന്നു, പെട്ടിയെടുത്ത് വെളി വെക്കുന്നു. അത് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് വെക്കാൻ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു പെട്ടിയെടുത്ത് പുറത്ത് വെച്ചാൽ അപ്പോൾ സ്വാഭാവികമായിട്ടൊരു വണ്ടി റാൻഡം ചെക്കിംഗ് ആയിക്കോട്ടെ, അവർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലായിക്കോട്ടെ. രണ്ടായാലും ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടിയെടുത്ത് അടച്ചിരിക്കുന്ന പെട്ടി പുറത്തെടുത്ത് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവർക്ക് എങ്ങനെയത് ബോധ്യമാവുക? അതപ്പോൾ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. കാരണം അവിടെ കുറേ ആളുകളുണ്ട്. കുറേ ആളുകളുടെ മുന്നിൽ അതൊന്ന് ഇൻസൾട്ട് ചെയ്യുക, ഒന്ന് ഷെയ്ഡി ആയിട്ട് നിർത്താൻ ശ്രമിച്ചു നോക്കാം എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ഇൻസൾട്ട് തന്നെയാണ്. ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്, അതിൻ്റെ വിഷ്വൽസ് ഞങ്ങൾ തരാം. നിരന്തരമായി ഞങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ പെട്ടി തുറന്നു നോക്കൂ. അപ്പോൾ പറഞ്ഞ് ഞങ്ങളത് ബോധ്യപ്പെട്ടു. നമ്മൾ അതെങ്ങനെയാണ് ബോധ്യപ്പെടുന്നത്? ഞാൻ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എക്സ്റേ ലെൻസ് വല്ലതുമാണ് കണ്ണിലുള്ളത്? കാരണം ഈ അടഞ്ഞിരിക്കുന്ന പെട്ടിക്കകത്തൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ എന്തെങ്കിലും എക്സ്റേ ലെൻസ് ഉണ്ടോ? ആ വിഷ്വൽസ് ഒക്കെ തരാം. ഒരു വിഷ്വൽ മാത്രമല്ല ഉള്ളത്. അപ്പോൾ ആ വിഷ്വൽസും കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അത് വളരെ ഇൻസൾട്ടിംഗ് ആയിരുന്നു. അത് പിന്നെ അങ്ങേയറ്റം ബയാസ്ഡ് ആണ്. അപ്പോൾ അതിനോട് സ്വാഭാവികമായ ഇറിറ്റേഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്കായാലും ഞങ്ങൾക്കായാലും ഉണ്ടാകുന്ന ഇറിറ്റേഷൻ ഉണ്ട്. അല്ലാതെ പരാതി ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞങ്ങളുടെ പരാതിയെല്ലാം ജനങ്ങളുടെ മുന്നിലുണ്ട്. ആ പരാതി ജനങ്ങൾ കാണുകയും ചെയ്യും, അവരതിനോട് റിയാക്ട് ചെയ്യുകയും ചെയ്യും.